എപ്പോ തൊട്ട് നമുക്ക് ബേബിക്ക് ബോട്ടിൽ ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അതോ നമ്മൾ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യണോ? ഇനിയിപ്പോ ഒത്തിരി നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി ബോട്ടിൽ റെഫ്യൂസ് ചെയ്യുവോ? ഇങ്ങനെയുള്ള കുറെ സംശയങ്ങൾ കുറച്ച് അമ്മമാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ബേബി പ്രീമച്വർ ബേബിയാണ്, അല്ലെങ്കിൽ NICU സ്പെൻഡ് ചെയ്തിട്ടുള്ള ബേബിയാണ്, അതല്ലെങ്കിൽ ഫീഡിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ല, ഇങ്ങനത്തെ കേസിലാണെങ്കിൽ ഏതൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ എല്ലാ ബേബിയും ഡിഫറെന്റ് ആണ്, എല്ലാ ബേബിയുടെ സിറ്റുവേഷനും ഡിഫറെന്റ് ആണ്. സോ നമ്മുടെ ബേബിനെ മറ്റൊരു ബേബിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇനി എപ്പോ തൊട്ട് ബോട്ടിൽസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ ബോട്ടിൽ ഫീഡ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു നിയമമൊന്നുമല്ല, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രാക്ടിക്കൽ ടൈം എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് 3 to 4 വീക്സ് ആണ്. ഈ ഒരു 3 to 4 വീക്സിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ പമ്പ് ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതുപോലെയുള്ള നിപ്പിൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്ന തരത്തിലുള്ള ബോട്ടിൽസ് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫിലിപ്സ് അവന്റിന്റെ നാച്ചുറൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലാണ്. അത് മാത്രമല്ല PGന്റെ സോഫ്റ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലും ഉണ്ട്, അതും നല്ലതാണ്. സോ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ചില ബേബീസിന് ഫിലിപ്സ് അവന്റ് ആണ് വർക്ക് ചെയ്യുന്നത്, ചില ബേബീസിന് PGന്റെ സോഫ്റ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ട് നമ്മുടെ ബേബിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. തിരിച്ച് ബ്രസ്റ്റിലോട്ട് വരുന്ന ടൈപ്പ് ബോട്ടിൽസ് ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ബോട്ടിൽ നമ്മൾ എപ്പോഴൊക്കെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ബ്രസ്റ്റ് ഫീഡിംഗ് ഡിഫിക്കൽട്ടി ഉള്ള ബേബീസ്, ലാച്ചിങ് ഇഷ്യൂസ് ഉള്ള ബേബീസ്, അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന, ഫോർ എക്സാമ്പിൾ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകേണ്ട കേസുണ്ട്, അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ബോട്ടിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് ബേബിക്ക് നമ്മൾ ബോട്ടിൽ ഫീഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി NICU അല്ലെങ്കിൽ പ്രീമച്വർ ബേബീസ്, ഇവരുടെ കേസ് ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ. ഇപ്പൊ എന്റെ ബേബിയുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ബോധം തിരിച്ചു വരാനായിട്ട് ഓൾമോസ്റ്റ് 2 hours എടുത്തായിരുന്നു. അപ്പൊ അത്ര നേരം നമുക്ക് ബേബിയെ വിശന്നിരുത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇനീഷ്യലി തന്നെ റെഡി ടു ഫീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിൽസ് കിട്ടും. അപ്പൊ അത് നമ്മുടെ കൺസെന്റോട് കൂടി ബോട്ടില് ഫോർമുല ആയിരുന്നത് അത് ഫീഡ് ചെയ്ത്. സോ ഇനീഷ്യലി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബേബിക്ക് എത്രയും പെട്ടെന്ന് ഫീഡ് ചെയ്യേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ബോധം വന്നതിന് ശേഷമാണ് ലാച്ച് ചെയ്യിപ്പിച്ച് നോക്കിയതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ ചില ബേബീസിന്റെ കേസിൽ ഇനീഷ്യലി തന്നെ ബോട്ടിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അത്രയും ഡിഫിക്കൽട്ടി കോമ്പിനേഷൻ ഫീഡിങ്ങിന് വരുന്നില്ല. NICU ബേബീസിന്റെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ്. ചില പ്രീമച്വർ ആയിട്ടുള്ള ബേബി ആണെങ്കിലും മെഡിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ബേബീസിനും ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് ഇനീഷ്യലി പറ്റണം എന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ലാച്ചിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഹോസ്പിറ്റലിലുള്ളവർ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരത് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അമ്മയുടെ തന്നെ എക്സ്പ്രസ്ഡ് മിൽക്ക് ബേബിക്ക് ബോട്ടിലാക്കിയിട്ടാണെങ്കിൽ അവർ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പോലെ പാലടയിൽ കൊടുക്കാറുണ്ട്. സോ ഇനീഷ്യൽ സ്റ്റേജിലെ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് പിന്നെ ഒരിക്കലും പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ കേസിൽ തന്നെയാണ്. ഇനീഷ്യലി അവർ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് എന്റെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്ത് ബേബിക്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഫീഡും ചെയ്യുന്നുണ്ട്, ഫോർമുല യൂസ് ചെയ്യുന്നില്ല. സോ എന്റെ കേസിൽ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. ഇനി ബോട്ടിൽ നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ? ബോട്ടിൽ നമ്മൾ വൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബേബി ബ്രസ്റ്റിലോട്ട് വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാവാറുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽ പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിൽക്കിന്റെ ഫ്ലോയും ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മിൽക്കിന്റെ ഫ്ലോയും ഡിഫറൻസ് ഉണ്ട്. ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോഴേക്കും ബേബിക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് മിൽക്ക് കിട്ടും. ആ സമയം തിരിച്ച് പിന്നെ ബ്രസ്റ്റിലോട്ട് പോകുമ്പോഴേക്കും ഇച്ചിരി സമയം എടുക്കുന്നതാണ് ബേബിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും പിന്നീട് ബ്രസ്റ്റ് റെഫ്യൂസ് ചെയ്യാനുള്ള കാരണമാകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പിൾ ഫ്ലോ ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള നിപ്പിൾസ് യൂസ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള നിപ്പിൾ ഫ്ലോയും യൂസ് ചെയ്യാതിരിക്കുക. ഒരു മീഡിയം ലെവലാണ് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫിലിപ്സ് അവന്റിന്റെ നാച്ചുറൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിലാണ്. അതിന്റെ ഫ്ലോ വരുന്നത് ഏകദേശം 2 to 3 മീഡിയം റേഞ്ച് ആണ് വരുന്നത്. ആ ബോട്ടിലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി സക്ക് ചെയ്താൽ മാത്രമേ മിൽക്ക് വരത്തുള്ളൂ. ഈ ബോട്ടിൽ മാത്രമല്ല കേട്ടോ നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാത്തത്. PGന്റെ സോഫ്റ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിലുണ്ട്. സോ അത് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒത്തിരി അമ്മമാരുണ്ട് ഫിലിപ്സ് അവന്റിനെക്കാളും. എന്റെ കേസിൽ ഫിലിപ്സ് അവന്റിന്റെ ബോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില അമ്മമാരുടെ കേസിൽ ഫിലിപ്സ് അവന്റിന്റെ ബോട്ടിൽ വർക്ക്ഔട്ട് ആവാറില്ല, ബട്ട് PGന്റെ സോഫ്റ്റ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ ടോമി ടിപ്പി എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിലുണ്ട്. സോ അതൊക്കെ ഇതുപോലെ തന്നെ നാച്ചുറൽ ബ്രസ്റ്റ് മിമിക് ചെയ്യുന്ന ഫ്ലോ തരുന്ന ടൈപ്പ് ബോട്ടിൽസ് ആണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബോട്ടിൽ തന്നെ ഒരു 10 മേടിക്കാതെ നിങ്ങൾ 2 യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണ് ബേബിക്ക് കംഫർട്ടബിൾ എന്ന് നോക്കി
നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള നോക്കുക. എല്ലാത്തിന്റെയും ഫ്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രസ്റ്റിൽ ഒന്ന് സക്ക് ചെയ്തതിന് ശേഷം മാത്രം ബോട്ടിൽസ് കൊടുക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിപ്പിൾ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഫസ്റ്റ് ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ബേബി വിശന്ന് കരയാനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ വിശന്ന് കരയുന്ന ടൈം ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നമുക്കറിയാമായിരിക്കുമല്ലോ ബേബിയുടെ ഫീഡിങ്ങിന്റെ ഒരു ടൈം ഇന്റർവെൽ നമുക്കറിയായിരിക്കും. ഇത്ര സമയത്തിനുള്ളിൽ കുഞ്ഞിന് വിശക്കാം, ഇത്ര സമയത്തിനുള്ളിൽ കുഞ്ഞിന് പാല് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു ഫീഡിങ് റുട്ടീൻ നമുക്ക് അറിയായിരിക്കുമല്ലോ. സോ അവർ കരഞ്ഞ് ബഹളം വയ്ക്കുന്ന ടൈമിൽ നമ്മൾ പുതിയൊരു സാധനം അവരുടെ വായിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർക്കത് ഒട്ടും ഇഷ്ടപ്പെടത്തുമില്ല. അത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഹങ്കർ ക്യൂസ് കാണിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ പയ്യെ ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പ്രത്യേകിച്ചും ബേബി നല്ല കാമായിട്ടിരിക്കുന്ന ടൈമിൽ വേണം നമ്മൾ ബോട്ടിൽ കൊടുക്കാനായിട്ട്. ചിലപ്പം അമ്മമാര് ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ബേബി, അതായത് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാര് ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ബേബി ചിലപ്പോൾ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം ബേബി ഓർക്കും ഇതെന്താണ് ഇത്രയും ദിവസം തരാത്ത വേറൊരു ഐറ്റം ഇപ്പൊ പുതിയൊരു സംഭവം വന്നേന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ കെയർ ടേക്കർ ആയിട്ടുള്ള, അതായത് നമ്മുടെ അടുത്തുള്ള ആരാണോ, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, നമ്മുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് കൊടുക്കുക. അപ്പൊ അവരുടെ സ്മെല്ലും നമ്മുടെ സ്മെല്ലും ഡിഫറെന്റ് ആണ്. ബേബിക്ക് അത് മനസ്സിലാവും. സോ നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് ബോട്ടിൽ കുടിക്കുന്നില്ലെങ്കിൽ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടൊന്ന് കൊടുത്തു നോക്കാൻ പറയുക. അപ്പൊ ചിലപ്പോൾ കുടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും ബേബിയുടെ മൗത്തിലോട്ട് നിപ്പിൾ ഫോഴ്സ് ചെയ്ത് വെക്കരുത്. പയ്യെ വളരെ ജെന്റിലായിട്ടും വേണം നമ്മൾ കുഞ്ഞിന് ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അവർക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കൊടുത്തേ പറ്റൂ. ചിലപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും ആ ഒരു ബോട്ടിൽ കുഞ്ഞ് തീർക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അതനുസരിച്ചിട്ട് തന്നെ ചെയ്യുക. പിന്നെ അളവ് അത് ശ്രദ്ധിക്കണം. നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അളവ് അറിയത്തില്ല. പക്ഷെ ബോട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ ഓരോ മന്ത് അല്ലെങ്കിൽ ഓരോ വീക്കിനും ഓരോ അളവുണ്ട്. 30 ml, 60 ml, 90 ml, അങ്ങനെ അളവിന്റെ ചാർട്ടൊക്കെ നമ്മുടെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ട്രൈ പേസ്ഡ് അല്ലെങ്കിൽ റെസ്പോൺസീവ് ഫീഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴേക്കും ബോട്ടിൽ എപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ട് പിടിച്ചിട്ട് ഫീഡ് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ കുത്തനെ വെർട്ടിക്കൽ ആയിട്ട് പിടിച്ചിട്ട് ബേബിക്ക് ഫീഡ് ചെയ്യരുത്. അത് പെട്ടെന്ന് ഫാസ്റ്റ് ഫ്ലോയ്ക്ക് കാരണമാവുകയും ബേബി ഇത് തന്നെ ബ്രസ്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കി അത് റിജക്ട് ചെയ്യും. ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് 120 ml നമുക്ക് ഒരു ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് പമ്പ് ചെയ്തെടുത്ത മിൽക്ക് നമുക്ക് ഒരു 120 ml കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫോർമുല നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് 120 ml പ്രിപ്പയർ ചെയ്ത് ആ 120 ml ബേബി കുടിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് കുത്തി നിറച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബേബിക്ക് മതിയാവുമ്പോ അവര് തന്നെ അതിന്റെ സിഗ്നൽസ് തരും. അതായത് അവര് നാക്കുകൊണ്ട് നിപ്പിള് പുറത്തോട്ട് തള്ളയും സൈഡിൽ കൂടെ പാല് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാം അവരുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇനി വേണ്ട. അപ്പൊ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യാതിരിക്കുക, അവിടെ കൊണ്ട് നിർത്തുക. എക്സ്പ്രസ്ഡ് മിൽക്ക് ഒക്കെ ആണെങ്കിൽ കുറേശ്ശെ നമ്മൾ ബോട്ടിൽ ഫീഡ് ചെയ്യുക. എക്സ്പ്രസ് ചെയ്ത് കിട്ടിയ മിൽക്ക് എല്ലാം കൂടെ എടുത്ത് കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞ് വൺസ് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം കുടിച്ചില്ലെങ്കിൽ അത് മിൽക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും. സോ നമ്മൾ അത്ര കഷ്ടപ്പെട്ട് എക്സ്പ്രസ് ചെയ്ത മിൽക്ക് വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേബിയുടെ ചാർട്ട് നോക്കുക. ഈ ഒരു മന്തിൽ അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ എത്രത്തോളം ബേബി കുടിക്കും എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത്രമാത്രം ഒഴിച്ചിട്ട് ആ ബോട്ടിൽ മാത്രം കൊടുത്താൽ മതി കുഞ്ഞിന്. ഇനി ഫസ്റ്റ് ബോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണോ അതോ ഫോർമുല മിൽക്ക് കൊടുക്കണോ, അത് ഓരോ പാരന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ ഇഷ്ടങ്ങൾ പോലെയാണ്. ചില അമ്മമാർക്ക് നല്ല പാലുണ്ടാകും, പക്ഷെ കുഞ്ഞ് ലാച്ച് ചെയ്യാത്തതുകൊണ്ട് പാല് വെറുതെ പോകുന്നത് കൊണ്ടും പമ്പ് ചെയ്തിട്ട് എക്സ്പ്രസ്ഡ് മിൽക്ക് ബേബിക്ക് ബോട്ടിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും നല്ലത്. അഥവാ പാല് കുറവുള്ള അമ്മമാരാണെങ്കിൽ ഫോർമുല വെച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡിസിഷൻ ആണ് കേട്ടോ. ഒരു തവണ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ബോട്ടിൽ കൊടുക്കണം അങ്ങനെ ഒരു നിർബന്ധമില്ല. വൺസ് നിങ്ങൾ ബോട്ടിൽ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഫുള്ള് ബോട്ടിൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെയാണത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. എന്നാൽ നിങ്ങൾ നല്ല ടയർഡാണ്, ഇനിയിപ്പോൾ കുറച്ച് എക്സ്പ്രസ് ചെയ്തിട്ട് ബോട്ടിൽ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇനി ബേബി ഒരിക്കലും ബോട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ്ഡ് മിൽക്ക് പാലട പോലത്തെ സംഭവത്തിലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ അതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത് നല്ല വൃത്തിയുള്ള സ്പൂണിലാക്കിയിട്ടാണെങ്കിലും ബേബിക്ക് നമ്മുടെ എക്സ്പ്രസ്ഡ് മിൽക്ക് കൊടുക്കാൻ പറ്റും. ബോട്ടിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അത് നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ ബേബിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സോ എപ്പോൾ തൊട്ട് നമുക്ക് ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള ബേബിക്ക് 3 to 4 വീക്സിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. പക്ഷെ അതൊരു യൂണിവേഴ്സൽ ഡെഡ് ലൈൻ ഒന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എപ്പോൾ വേണ്ട എന്നൊക്കെ ഉള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ബേബീസും ഡിഫറെന്റ് ആണ്. നമ്മുടെ ബേബിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഈ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. എങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടുക എന്നുള്ളതിനെ പറ്റിയും ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിലും
ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പ് ഏതാണെന്നും എല്ലാത്തിനെ പറ്റിയും, പിന്നെ നിങ്ങൾക്ക് കുറെ കോമൺ ആയിട്ടുള്ള കുറെ ഡൗട്ട്സ് ഉണ്ടല്ലോ, ബ്രസ്റ്റ് പമ്പിങ് സ്കെഡ്യൂള് കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടു നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.